മമ്മിയുടെ ചപ്പല മോളല്ലേ? അല്ല, മമ്മിയുടെ മമ്മിയുടെ. ബാല, എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഇനി വരൂ മോളെ, ഡാഡി എടുത്തിട്ട് കളിച്ചോളൂ. ബാലയുടെ പേരിൽ നടപടി സ്വീകരിച്ചതിൽ ഡോക്ടർമാർക്കും സ്റ്റാഫിനും കടുത്ത പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇവിടെ ജനാധിപത്യം വാഴ്ച നടത്തുകയല്ലേ. പോസ്റ്റ്മോർട്ടം നടത്താതെ ഡെഡ് ബോഡി കൊടുത്തതാണ് അബദ്ധമായത്. പറ്റിപ്പോയില്ലേ? ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ബാലയ്ക്ക് അനുകൂലമായിരിക്കും. എനിക്ക് അതും വിശ്വാസമില്ല. എന്നെ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ പറയുന്നത്? വീട്ടിലൊരു സ്വൈര്യവുമില്ല. സുഭയുടെ വീട്ടുകാരായാലും സഹതാപം പറയാനും ഭീഷണിപ്പെടുത്താനും വരുന്ന നാട്ടുകാരായാലും കൂടെ കൂടെ എന്നെ ശല്യപ്പെടുത്തുകയാണ്. കുറെ ദിവസത്തേക്ക് ഞാനിവിടെ താമസിക്കാൻ സുമിത്രേ. അത് വേണ്ട ബാലേ. ഓ, ഡിപ്പാർട്ട്മെന്റ് നടപടി എടുത്തിരിക്കുന്ന ഒരുവളെ കൂടെ താമസിപ്പിക്കുന്നതിൽ വിഷമമുണ്ടല്ലേ? ഞാനത് ഓർത്തില്ല. നീ തെറ്റിദ്ധരിക്കരുത്. എന്റെ ജോലി പോയാലും നിന്നെ കൂടെ താമസിപ്പിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ ഞാൻ എന്റെ ഭർത്താവിനെ പറ്റി ചിലത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനിവിടെ അടുക്കളക്കാരികളെ പോലും നിർത്താറില്ല. എന്നെ വിശ്വാസമില്ലേ? ബാല എനിക്ക് വിശ്വാസമാണ്. എന്റെ ഭർത്താവിന് ഒട്ടും വിശ്വാസമില്ല. നിന്നോട് മര്യാദ കെട്ട ഒരു പെരുമാറ്റം ഉണ്ടായാൽ പോലും എനിക്കത് സഹിക്കില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ കാലക്കാരനെ പറ്റി മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. എന്റെ സഹോദരൻ എന്നെ ജീവന് തുല്യ സ്നേഹമാണ്. അവൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഒരു കുരിശാണ്. എനിക്ക് ബാലേ, ഇന്ന് തന്നെ നാട്ടിൽ വരെ പോണം. നമ്പ്യാർ സാറിനെ കണ്ട് വിവരങ്ങൾ പറയും.